സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് വേവ്സ് എന്ന് പറയുന്നത്. ഈ വേവ്സിൽ നമുക്ക് ആദ്യമേ തന്നെ വാട്ട് ഇസ് വേവ് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. സോ കൺസിഡർ, അല്ലെങ്കിൽ യു ഇമാജിൻ എ പോണ്ട് ഓർ എ ലേക്ക്. അതായത് ഒരു പോണ്ടോ ലേക്കോ കൺസിഡർ ചെയ്യുക. എന്താണ് അവരുടെ പ്രത്യേകത? വാട്ടർ ബോഡി ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ അവിടെ ഉണ്ട്, പക്ഷേ എങ്ങനെയായിരിക്കും? സ്റ്റിൽ വാട്ടർ ആയിരിക്കും, അല്ലേ? കുളത്തിൽ വെള്ളം എപ്പോഴും സ്റ്റില്ലായിരിക്കും, ഒഴുകി പോകുന്നതല്ല. സോ അങ്ങനെയുള്ള ഒരു പോണ്ടോർ ലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്താണ് ഉദ്ദേശിച്ചത്? പോണ്ട് അല്ലെങ്കിൽ ഒരു ലേക്ക് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പോണ്ടിലെ ഒരു പോയിന്റിലേക്ക്, അതായത് ലെറ്റ് ഹിയർ എ എന്നെടുക്കുന്നു, ഈ പോയിന്റിലേക്ക് ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു പെബിൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ് എയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രീതിയിൽ സർക്കുലർ റിപ്പിൾസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസുകൾ ഇങ്ങനെ ഉണ്ടാകും. അതായത് നമ്മൾ കാണുന്നത് വാട്ടർ സർഫസിൽ ഇതുപോലെയുള്ള റിപ്പിളുകൾ ഇങ്ങനെ മുന്നേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു. കണ്ടിന്യൂ ദ പ്രോസസ്സ്, അതായത് നമ്മളത് കണ്ടിന്യൂ ചെയ്താൽ, അതായത് 1 by 1 ആയിട്ട് സ്റ്റോൺ അതേ പോയിന്റിലേക്ക് വീണ്ടും ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഈ റിപ്പിൾസ് ഇങ്ങനെ പോകുമ്പോൾ ആ വാട്ടർ ബോഡി ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. അതെന്താണെന്നറിയാമോ? യു കൺസിഡർ എ പേപ്പർ ബോട്ട്. നിങ്ങളൊരു പേപ്പർ ബോട്ട് എടുക്കുക. അതായത് പേപ്പർ വെച്ചിട്ട് നമ്മളൊരു ഒരു ബോട്ട് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഈ റിപ്പിൾസ് ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഇതിനെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്തത്, ഇപ്പോൾ ഈ പോയിന്റിലാണ് ഈ പേപ്പർ ബോട്ട് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിൽ ഈ പേപ്പർ വെള്ളം വച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സർഫസിൽ നിന്ന് മുകളിലേക്കും പിന്നീട് താഴോട്ടും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ അവിടെ പേപ്പർ ബോട്ടിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ മോഷനായിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ മോഷനായിരിക്കും. പകരം എന്ത് കാണത്തില്ല? ഇവിടെ പേപ്പർ ബോട്ട് വെച്ചാൽ അത് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മൂവ് ചെയ്യത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ വാട്ടർ അതിനോടൊപ്പം മൂവ് ചെയ്യണം. സോ വിതൗട്ട് മൂവിങ് ആക്ച്വൽ മോഷൻ, അല്ലെങ്കിൽ വിതൗട്ട് ദി ആക്ച്വൽ മോഷൻ ഓഫ് വാട്ടർ മീഡിയം, ഇഫ് ദർ ഇസ് എ ട്രാൻസ്ഫറൻസ് ഓഫ്, അപ്പോൾ എന്തായിരിക്കും ഇവിടെ ട്രാൻസ്ഫർ ചെയ്തത്? എനർജി. അപ്പോൾ എനർജി എവിടെ നിന്ന് കിട്ടി? നമ്മൾ പെബിൾ എടുത്ത് അല്ലെങ്കിൽ സ്റ്റോൺ എടുത്ത് ഇട്ട് കഴിയുമ്പോൾ ആ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസിൽ നിന്നാണ് എനർജി ഉണ്ടാകുന്നത്. സോ അതിനു മുന്നേ വാട്ടർ സർഫസ് കാമായിരുന്നു. സോ വെൻ യു ഡ്രോപ്പ് എ സ്റ്റോൺ, ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഓഫ് ഡിസ്റ്റർബൻസിൽ നിന്നും എനർജി റിലീസ് ആകുന്നു. ആ എനർജിയാണ് വാട്ടർ സർഫസിന് റിപ്പിളുകളായി, അതായത് വാട്ടർ സർഫസിനെ എന്ത് ചെയ്യിക്കുന്നത്? എനർജി കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ റിപ്പിൾസായി അതിനെ കാണുന്നത്. സോ വിതൗട്ട് ദ ആക്ച്വൽ മോഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഓർ മീഡിയത്തിൻ്റെ ആക്ച്വൽ മോഷൻ ഇല്ല, അതായത് വാട്ടർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാതെ, ഇഫ് ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോയിന്റ് ടു ദി അതർ, ദ പ്രൊപ്പഗേഷൻ ഇസ് കോൾഡ് വേവ്. ആ പ്രൊപ്പഗേഷൻ പറയുന്ന പേരാണ് വേവ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്തോ വേവ് എന്ന്? സോ വാട്ട് ഇസ് വേവ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. സോ വേവ്സ് എന്താണ്? അപ്പോൾ വേവ്സിൻ്റെ സ്വഭാവം എന്താണ്? വേവ്സ് ക്യാൻ ട്രാൻസ്പോർട്ട് എനർജി. വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും? എനർജി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. വേവ്സ് ക്യാൻ ട്രാൻസ്പോർട്ട് എനർജി. ഓക്കെ, അത് ഈ എനർജി എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പാറ്റേണുകളായിട്ടാണ് കാണുന്നത്. സോ ആ പാറ്റേണിൽ എന്തുണ്ട്? എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറയും. എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നമ്മളൊരാൾ സംസാരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ കേൾക്കണമെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ പറയുന്ന കാര്യം, അതായത് ഇൻഫർമേഷൻ എനർജിയായി വായുവിലൂടെ, അതായത് എയറിലൂടെ സഞ്ചരിച്ച് മറ്റേ ആളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ നമുക്കവിടെ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് പാറ്റേൺ വെച്ചിട്ടാണ്. ഓക്കെ, സോ വേവ്സ് ട്രാൻസ്പോർട്ട് എനർജി ആൻഡ് ദ പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് ഹാസ് ഇൻഫർമേഷൻ ദാറ്റ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു വേവിൻ്റെ സ്വഭാവം? വേവ്സ് ക്യാൻ ട്രാൻസ്പോർട്ട് എനർജി.
എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? പാറ്റേണായിട്ടാണ്. സോ ആ പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് എന്താണ്? പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് ഹാസ്, അതിനകത്ത് എന്തുണ്ട്? ഇൻഫർമേഷൻ. പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് ഹാസ് ഇൻഫർമേഷൻ. അതിനകത്ത് ഇൻഫർമേഷനുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചരിക്കുന്നു. ദാറ്റ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു ദി അതർ. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. സോ ഇതാണ് വേവ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ വേവ്സ് ക്യാൻ ട്രാൻസ്പോർട്ട് എനർജി ആൻഡ് പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് ഹാസ് ഇൻഫർമേഷൻ ദാറ്റ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് വേവ്സ് എന്ന് പറഞ്ഞാൽ? വേവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ട്രാൻസ്ഫറൻസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ത്രൂ എ മീഡിയം. ഓക്കെ, ഇത് മീഡിയം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ മീഡിയത്തിലൂടെ എന്ന് പറയുന്നത്. നമുക്കറിയാം വേവ്സ് പല തരത്തിലുണ്ട്. മീഡിയം ആവശ്യമുള്ള വേവ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. മീഡിയം ആവശ്യമുണ്ട് എങ്കിൽ അവരെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. ഓക്കെ, മെക്കാനിക്കൽ വേവ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ നീഡ് മീഡിയം ടു ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ. എന്നാൽ ലൈറ്റിനെ പോലെയുള്ള, നമുക്കറിയാമല്ലോ, ലൈറ്റിനെ പോലെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ ദേ നീഡ് നോ മീഡിയം. ഇവർക്ക് എന്തു വേണ്ട? മീഡിയം ആവശ്യമില്ല. ഓക്കെ, മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? മീഡിയം വേണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മീഡിയം ആവശ്യമില്ല. മറ്റൊരു തരം വേവും ഉണ്ട്, നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതാണ്, മാറ്റർ വേവ്സ്. അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. മാറ്റർ വേവ്സ്. ഈ മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ വേവ് സ്വഭാവമാണ്. ഇലക്ട്രോണിനെ പോലെയുള്ള ചെറിയ പാർട്ടിക്കിളുകൾക്ക് ആറ്റത്തിലെ തന്നെ എവിടെയാണ്? ആറ്റത്തിനുള്ളിലുള്ള ചെറിയ സ്ഥലത്ത്, കൺഫൈൻഡ് പ്ലേസിൽ വേവ് ബിഹേവിയർ കാണിക്കുമെന്ന് പറയുന്ന മോഡേൺ കൺസെപ്റ്റാണ് മാറ്റർ വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമുക്ക് വെളിയിൽ കാണാൻ പറ്റില്ല. ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്ന പരിധിക്കകത്ത് കാണുന്ന വേവുകളാണ് മാറ്റർ വേവ്സ് എന്ന് അറിയപ്പെടുന്നത്. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് വേവ്സ്: മെക്കാനിക്കൽ വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ലൈറ്റ് അറിഞ്ഞൂടെ? വിസിബിൾ ലൈറ്റ്, എക്സ്റേ, ഗാമാറേ ഒക്കെ. മെക്കാനിക്കൽ വേവ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 2 തരം മെക്കാനിക്കൽ വേവുകളുണ്ട്. ഓക്കെ, 2 തരം മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്. സോ മെക്കാനിക്കൽ വേവ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. 2 തരം മെക്കാനിക്കൽ വേവ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഈ 2 തരം വേവാണ് മെക്കാനിക്കൽ വേവ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. അത് നമ്മളുടെ ഫോക്കസ് ഏരിയ പോയിന്റിലില്ല എങ്കിലും നമുക്കൊന്ന് പറയാം. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് നമ്മളുടെ സൗണ്ട് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. എന്നാൽ നമ്മൾ ഒരു സ്ട്രിങ് 2 അറ്റവും കെട്ടി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ പ്രിക്ക് ചെയ്യുമ്പോൾ അതിൽ കേൾക്കുന്ന സൗണ്ട്, അതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവാണ്. നിങ്ങൾക്കറിയാവുന്ന സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാതെ, നിങ്ങൾക്കറിയാമല്ലോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പം വയലിന്, ഗിറ്റാർ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ട്രാൻസ്വേഴ്സ്. ആക്ച്വലി അത് ട്രാൻസ്വേഴ്സ് വേവ് എന്നല്ല പറയേണ്ടുന്നത്. അവിടെ സ്റ്റേഷനറി വേവ്സ് ഉണ്ടാകും എങ്കിലും ഈ സ്ട്രിങ്ങിലൊക്കെ ഉണ്ടാകുന്ന വേവ്സാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവായി പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ അത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തിലില്ല, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല എങ്കിലും സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. സോ വേവ്സ് ഇൻ എ സ്ട്രിങ് ആണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവുമാണ്. സോ അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള ഇൻട്രൊഡക്ഷനിലേക്ക് പോയി. വേവ്സ് എന്നാൽ എന്ത്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്കൽ വേവ്സ് ആണ്. മെക്കാനിക്കൽ വേവ്സ് 2 തരമുണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും മറ്റൊന്ന് ട്രാൻസ്വേഴ്സ് വേവുമാണ്. ഇവർ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ
ഇത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മീഡിയ ആവശ്യമുള്ള വേവുകളാണ്. അതായത് സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിലും മീഡിയം വേണം. അതുപോലെ തന്നെ സ്ട്രിങ്ങിലൂടെയുള്ള വേവ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങാണ് അവിടുത്തെ മീഡിയം. അപ്പം മീഡിയം വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സൗണ്ടിൻ്റെ കേസ് എടുത്താൽ നമ്മളൊരാൾ പറയുന്ന കാര്യം സൗണ്ട് എനർജി ട്രാവൽ ചെയ്യുന്നത് എയറിലൂടെയാണ്. ഓക്കെ, സൗണ്ട് എനർജി ഈ പോയിന്റിൽ നിന്നും എയറിലൂടെ സഞ്ചരിക്കാൻ പോവാണ് സൗണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൗണ്ട് എനർജി മുന്നേക്ക് ഇങ്ങടേക്ക് വരുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള എയർ മോളിക്യൂൾസിനെ എന്ത് ചെയ്യും? എയർ മോളിക്യൂൾസിനെ അങ്ങ് കംപ്രസ് ചെയ്യും. എയർ അറിയാമല്ലോ, ഗേഷ്യസ് മോളിക്യൂൾസ് ആണ്. ഗ്യാസ് ഹൈലി കംപ്രസിബിൾ ആണ്. നമ്മൾ പുറപ്പെടുവിക്കുന്ന സൗണ്ടിനൊരു പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷർ കൊണ്ട് അവിടുത്തെ ഏറ്റവും അടുത്ത എയർ മോളിക്യൂൾസ് ആദ്യം കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തതിന് ശേഷം ആ കംപ്രഷനിലൂടെ തൊട്ടടുത്തിരിക്കുന്ന കുറച്ച് എയർ മോളിക്യൂൾസിലേക്ക് ആ എനർജി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യും? പിന്നീട് അങ്ങ് റിലാക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്രഷനും റിലാക്സേഷനും സംഭവിച്ച് ഇവിടെ പുറപ്പെടുവിക്കുന്ന എയർ ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ സൗണ്ട് ഡെസ്റ്റിനേഷൻ ഇതാണ്. അടുത്ത ഒബ്സർവർ ഇതായിരുന്നു എന്ന് വിചാരിക്കുക. ലിസണർ ഇതാണ്. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സൗണ്ട് നേരെ ബിയിലെത്തുമ്പോൾ അതിനിടയിലുള്ള എയറിന് എന്ത് സംഭവിക്കും? തുടരെയുള്ള കംപ്രഷനും പിന്നെ എന്താണ് എക്സ്പാൻഷൻ, അതിന് റെയർഫാക്ഷൻ എന്നാണ് പറയുന്നത്. കംപ്രഷനും റെയർഫാക്ഷനും സംഭവിച്ച് കേട്ടല്ലോ, കംപ്രഷൻ സംഭവിക്കുന്നു. അതായത് എയർ അങ്ങോട്ടേക്ക് ചുരുങ്ങുന്നു, പിന്നീട് എയർ ഇങ്ങടേക്ക് വികസിച്ചു വരുന്നു, വീണ്ടും അങ്ങടേക്ക് ചുരുങ്ങുന്നു, ഇങ്ങടേക്ക് വികസിച്ചു വരുന്നു. ഇതിനാണ് നമ്മൾ കംപ്രഷനും റെയർഫാക്ഷനും എന്നാണ് പറയുന്നത്. കേട്ടല്ലോ. അപ്പോൾ കംപ്രഷനും റെയർഫാക്ഷനും നടന്നിട്ട് ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇവിടെയല്ലേ നമുക്ക് കിട്ടേണ്ടുന്ന സൗണ്ട് ഇങ്ങനെ തന്നെ വരും. കേട്ടല്ലോ. സോ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഡയറക്ഷനിലാണ്. കംപ്രഷനും റെയർഫാക്ഷനും സംഭവിക്കുന്നതും ഇതേ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള എനർജി ട്രാൻസ്ഫറൻസിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് the particles in the medium, അതായത് എയർ മോളിക്യൂൾസ്, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി. ഓക്കെ, അതായത് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇതേ ദിശയിലാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്രഷനും റെയർഫാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നതിനല്ലേ നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ, വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. എന്താണ്? എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ആര് വൈബ്രേറ്റ് ചെയ്യും? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. ഓക്കെ, സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം, പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം വൈബ്രേറ്റ്, in the direction of propagation, of wave. Okay, direction of propagation of wave, അതായത് വേവിൻ്റെ, അതായത് എനർജിയുടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ തന്നെയാണ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയത്തിന് വൈബ്രേഷൻ സംഭവിക്കുന്നത് എങ്കിൽ ഈ വേവ് എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവിൽ ഈ പറയുന്ന വൈബ്രേഷൻ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. ഓക്കെ, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? പെർപെൻഡിക്കുലർ ആയിരിക്കും. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ. എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദി പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിരിക്കും പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് മെക്കാനിക്കൽ വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആയിരിക്കും. എന്നാൽ വേറാസ് ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ട്രാവലിംഗ് വേവ്. വാട്ട് ഇസ് ട്രാവലിംഗ് വേവ്?
ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു വേവിന് സമയത്തിനനുസരിച്ചും പൊസിഷനനുസരിച്ചും വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാവലിംഗ് വേവ് എന്ന് പറയും. സമയത്തിനനുസരിച്ചും പൊസിഷൻ അനുസരിച്ചും വ്യത്യാസമുണ്ടെങ്കിൽ ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ്. ട്രാവലിംഗ് വേവ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ഫങ്ഷൻ, ഇപ്പോൾ നമുക്കറിയാം ഓസിലേഷൻ്റെ കേസിൽ നമ്മൾ y = a sin ωt എന്നൊക്കെ എഴുതി. അവിടെ സമയത്തിനനുസരിച്ചിട്ടാണ് ആ പെൻഡുലം ബോബ് എന്ത് ചെയ്തത്, സമയത്തിനനുസരിച്ച് അതിന് ഓരോ പൊസിഷനിലേക്ക് അത് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തി. എന്നാൽ വേവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സമയത്തിനനുസരിച്ചും പൊസിഷൻ അനുസരിച്ചും മാറ്റം വരും. കാരണം എന്താണ്, വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നോ? ആ വേവിൻ്റെ പ്രത്യേകത അതാണ്. വേവിൻ്റെ പ്രൊപ്പഗേഷനിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, എനർജി ട്രാൻസ്ഫറൻസ് ത്രൂ ദ മീഡിയം നടക്കുന്നു. അതിൻ്റെ ഫലമായി മീഡിയത്തിലെ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കും, വൈബ്രേഷൻ സംഭവിക്കും. മനസ്സിലാവുന്നോ? സോ വൈൽ എ വേവ് ഇസ് ട്രാവലിംഗ് ത്രൂ എ മീഡിയത്തിലൂടെ ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പം 2 കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊപ്പഗേഷൻ. ഓക്കെ, പ്രൊപ്പഗേഷൻ ഓഫ്, അതായത് ട്രാവലിംഗ് ഓഫ്, പ്രൊപ്പഗേഷൻ ഓഫ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ. ഇപ്പം നമ്മൾ ലോഞ്ചിറ്റ്യൂഡിലായാലും ട്രാൻസ്വേഴ്സ് ആയാലും നമ്മൾ പറഞ്ഞു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ആണ് ചിലപ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലറാണ്. എന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു ഡയറക്ഷനുണ്ട്. ഓക്കെ, ആ സമയത്ത് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണൊരു മീഡിയം എങ്കിൽ ഇതിലൂടെ വേവിന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ എല്ലാ പാർട്ടിക്കിൾസിനും എന്ത് സംഭവിക്കും? വൈബ്രേഷൻ സംഭവിക്കും. ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലാവുന്നോ? അപ്പോൾ എനർജി, ഇപ്പോൾ വേവ് സഞ്ചരിച്ച് ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിളാണ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ ഈ പൊസിഷനിൽ ഈ പാർട്ടിക്കിളിൻ്റെ അവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് വേവ് ഇവിടെ വേറെ പൊസിഷനിലെത്തിയാൽ അവിടുത്തെ പാർട്ടിക്കിളിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും ഓരോ സമയത്തും ഓരോ അവസ്ഥയായിരിക്കും. മനസ്സിലാവുന്നോ? അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് ഒറിജിൻ, ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇത് 1 സെൻറ്റിമീറ്റർ അകലെയുള്ളൊരു പോയിൻ്റ്, ഇത് 2 സെൻറ്റിമീറ്റർ അകലെയുള്ളൊരു പോയിൻ്റ്, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് മീഡിയത്തിലെ പാർട്ടിക്കിളിൻ്റെ അവസ്ഥയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഏത് പാർട്ടിക്കിൾ എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ അകലത്തിലെ പാർട്ടിക്കിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായിരിക്കുമോ രണ്ടാമത്തെ സെൻറ്റിമീറ്റർ ഇരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ അവസ്ഥ? അതൊക്കെ വ്യത്യാസമായിരിക്കും. സോ സമയത്തിനനുസരിച്ചും പൊസിഷൻ അനുസരിച്ചും നമ്മൾ പാർട്ടിക്കിളിനെ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ട്രാവലിംഗ് വേവിൻ്റെ കേസിൽ എന്താണ്? സോ ദർ ഇസ് എ ടൈം വേരിയിങ് ആൻഡ് പൊസിഷൻ വേരിയിങ് ഫങ്ഷൻ ഇസ് നീഡഡ് ടു റെപ്രസെൻറ്റ് എ ട്രാവലിംഗ് വേവ്. ഒരു ട്രാവലിംഗ് വേവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ടൈം വേരിയിങ് ആയതും പൊസിഷൻ വേരിയിങ് ആയതുമായ ഒരു ഫങ്ഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് പാർട്ടിക്കിളിൻ്റെ മീഡിയത്തിനുള്ളത്. സോ അത് ഈ അപ്പ് ആൻഡ് ഡൗൺ ആയാലും ടു ആൻഡ് ഫ്രോ ആയാലും ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ്. ഇപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് മുകളിലോട്ടും താഴോട്ടും പോകുന്നത്, ഈ പോയിന്റിൽ നിന്നാണ് മുകളിലോട്ടും താഴോട്ടും. ആ പോയിന്റ് അപ്പോൾ ഏതാണ്? മീൻ പൊസിഷനാണ്. സോ ദർ ഈസ് ആൻ ഓസിലേറ്ററി മോഷൻ. സോ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഹാർമോണിക് ആണ്. സോ സൈൻ ഓർ കോസ് കൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ നമ്മൾ ഓസിലേഷൻ പഠിച്ചതുകൊണ്ട് സൈനും കോസും ഒക്കെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏതൊരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഓർ വൈ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാണ് എഴുതുന്നത്. നമുക്കിവിടെയും അങ്ങനെ എഴുതാം. ഒരു ട്രാവലിംഗ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ തൽക്കാലം ഞാൻ വൈ ഈസ് ഈക്വൽ ടു എന്നെഴുതും. എന്തെഴുതുന്നു? വൈ സമം എന്താണ് വൈ എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ദ മീഡിയമാണ് വൈ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ദി മീഡിയം വൈ ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞതുപോലെ സൈൻ
ഇനിയാണ് നമ്മൾ ഇത് സമയത്തിനനുസരിച്ചും പൊസിഷൻ അനുസരിച്ചും മാറുന്നു എന്ന് കാണിക്കാൻ ഈ സൈൻ ഫംഗ്ഷനിൽ നമ്മൾ പൊസിഷൻ ഉൾപ്പെടുത്തുന്നു. സോ ഇറ്റ് ഇസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. കെ എക്സ് മൈനസ് ഒമേഗ ടി നമുക്ക് വേണമെങ്കിൽ +5 എന്നൊക്കെ കൊടുക്കാം, എന്നാലും തൽക്കാലം ഇത്ര എഴുതുന്നു. സോ y ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. വേണമെങ്കിൽ എന്തും കൂടെ ആഡ് ചെയ്യാം, +5 എന്നും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇക്വേഷനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ഡയറക്ഷനാണ്. മനസ്സിലാവുന്നോ? സോ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഓഫ് വേവ്. മനസ്സിലാവുന്നോ? സോ എക്സ് എപ്പോഴും കാണിക്കുന്നത് പ്രൊപ്പഗേഷൻ ഡയറക്ഷനാണ് ഓഫ് വേവ്. വേവ് ഏത് ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും വൈ എന്താണ്? വൈ റെപ്രസെൻറ്റ്സ് ദി വൈബ്രേഷൻ ഡയറക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ വൈ ശരിക്കും എന്താണെന്ന് അറിയോ? വൈ ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. വൈ ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് ആരുടെ ഡയറക്ഷനാണ്? പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ ഡയറക്ഷനിലായിരിക്കും നമ്മൾ വൈ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ y ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതിയാൽ അതിൻ്റെ വ്യക്തമായ അർത്ഥം ഇവിടെ ഒരു വേവ് എക്സ് ഡയറക്ഷനിലാണ് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എന്നാൽ മീഡിയത്തിലെ പാർട്ടിക്കിൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു? വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ശരിക്കും ഇത് എന്തിൻ്റെ ഇക്വേഷനാണെന്ന് അറിയാമോ? ഇതൊരു ട്രാൻസ്വേഴ്സായ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷനാണ്. ഇനി കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കെ എക്സ് മൈനസ് ഒമേഗ ടി, അതായത് കെ എക്സ് കഴിഞ്ഞിട്ട് മൈനസ് ഒമേഗ ടി എന്നാണ് എങ്കിൽ ആ വേവ് സഞ്ചരിക്കുന്നത് പോസിറ്റീവ് എക്സ് ദിശയിലായിരിക്കും. എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് എക്സ് ദിശയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കാം, വേവ് സഞ്ചരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? അത് നമ്മൾ ഇക്വേഷൻ നോക്കിയേ പറയാൻ പറ്റൂ. വേവ് സഞ്ചരിക്കുന്നത് എക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും കൃത്യമായിട്ട് നോക്കിയിട്ട് പറയണം എങ്ങോട്ടാണെന്ന്. എക്സ് തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ആ ഇക്വേഷൻ കാണിച്ചു തരുന്നത് പോസിറ്റീവ് എക്സ് ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? കെ എക്സ് മൈനസ് ഒമേഗ ടി ആയതുകൊണ്ടാണ് പോസിറ്റീവ് എക്സ്. ഇനി കെ എക്സ് പ്ലസ് ഒമേഗ ടി ആയിരുന്നെങ്കിലോ നെഗറ്റീവ് എക്സ് ദിശയിലായിരിക്കും. സോ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഓഫ് വേവ് ഹിയർ ഇസ് പോസിറ്റീവ് എക്സ് ആണ്. ഓക്കെ ആണല്ലോ? വൈ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. ഇനി വാട്ട് ഇസ് എ? എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. അതായത് ഈ പാർട്ടിക്കിൾസിന് മീൻ പൊസിഷനിൽ നിന്ന് എത്ര ഉയരം വരെ പോകാം, അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വരെ പോകാം, ആ മാക്സിമത്തിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അതിലെ മറ്റ് ടേമുകളിലേക്ക് പോകാം. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്നും പറയാറുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ്. ഓക്കെ, ഇനി ഈ കെയും ഒമേഗയും തമ്മിലും ചില ബന്ധമുണ്ട്. കെയും ഒമേഗയും തമ്മിലും ചില ബന്ധമുണ്ട്. ഓക്കെ, കെയും ഒമേഗയും തമ്മിൽ. ഇനി നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഒമേഗ ഈസ് 2π/t. 2π/t കേട്ടിട്ടുണ്ടല്ലോ. അത് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ 2πν എന്ന് അറിയാം. 2πν എന്ന് അറിയാം. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. ഓരോ ടേമും എന്താണെന്ന് നമ്മൾ അറിയണം. ആ ഇക്വേഷനിൽ ഓരോന്നും എന്താണെന്ന് അറിയാം. കേട്ടല്ലോ? വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിളാണ്. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ് ആണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. കെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ആംഗുലാർ വേവ് നമ്പർ എന്നും പറയാറുണ്ട്. എന്താണ്? ആംഗുലാർ വേവ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് വേറൊരു പേര് ആംഗുലാർ വേവ് നമ്പർ. ആംഗുലാർ വേവ് നമ്പർ എന്നും പറയാറുണ്ട്.
ഇനി കെ എക്സ് മൈനസ് ഒമേഗ ടിക്ക് മൊത്തത്തിലൊരു പേര് പറയും കേട്ടോ. കെ എക്സ് മൈനസ് ഒമേഗ ടി, ചിലപ്പം +5 അല്ലെ -5. ഇതിന് മൊത്തത്തിൽ നമ്മൾ പേര് പറയുന്നത് ശരിക്കും എന്താണെന്നറിയാമോ? ഫേസ് എന്നാണ്. എന്താണ് ഫേസ്? അതിൻ്റെ ഫേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുക. വേവ് ഡയറക്ഷൻ, ഏത് ഡയറക്ഷനാണെന്ന് ഇതൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് അറിയുക, ഫേസ് എന്താണെന്ന് അറിയുക. ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഫേസ് എന്ന് പറയുന്നത് കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് ഫേസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്തും അതുപോലെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റായ വേവ് നമ്പറും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വേവ് ലെങ്തും വേവ് നമ്പറും. ഇപ്പം തൽക്കാലം നമ്മൾ അതിനുള്ള ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അതിൽ കെ എന്ന് പറഞ്ഞാൽ 2π/λയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ കെ ഈസ് ഈക്വൽ ടു 2π/λ. ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. കേട്ടിട്ടുണ്ടല്ലോ ലാംഡ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേവിൻ്റെ നീളത്തിനാണ്. ലെങ്ത് ഓഫ് എ വേവ് ഇസ് കോൾഡ് വേവ് ലെങ്ത്. വേവ് അറിയാമല്ലോ അല്ലേ? എല്ലാ വേവും എങ്ങനെയായിരിക്കും? നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചപ്പം വേവ് ഇതൊക്കെ വരച്ച് കാണിച്ചില്ല. ഇതുപോലുള്ള ഒരു സാധനത്തിനാണ് നമ്മളൊരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേവിനെ സംബന്ധിച്ചിടത്തോളം പകുതി സമയം പോസിറ്റീവ് സൈക്കിളാണ്, പകുതി സമയം നെഗറ്റീവുമാണ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ഉയരത്തിൽ പോകുന്നത്, അതായത് ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഈ പോയിൻ്റാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന്, ഈ ഡിസ്റ്റൻസാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഉയരത്തിലുള്ള പോയിൻറ്റിന് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ്, ഇതിനെന്ത് പറയും? ട്രഫ് എന്നും പറയും. ക്രസ്റ്റ്, ട്രഫ്. ഓക്കെ, ക്രസ്റ്റ് ആൻഡ് ട്രഫ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 2π/λ, അതുപോലെ തന്നെ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2πν എന്ന് വരും. 2π/t അല്ലെങ്കിൽ 2πν എന്ന് വരും. ഇനി നമുക്ക് ഈ ω/k ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്ത് വരും? ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്, ഡിവൈഡഡ് ബൈ 2π/λ. ഈ ലാംഡ അങ്ങ് മുകളിൽ വരും. ഓക്കെ, സോ ഇൻറ്റു ലാംഡ എന്ന് കൊടുക്കും. 2πയും 2πയും കട്ട് ചെയ്യും, ന്യൂ ലാംഡ എന്ന് പറയും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ന്യൂ ലാംഡ എന്താണ്? ന്യൂ ലാംഡ പഠിച്ചിട്ടുള്ളതല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ എന്ന് പഠിച്ചിട്ടില്ലേ? സോ ഈ ന്യൂ ലാംഡ എന്ന് പറയുന്നത് ω/k ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി. ഇതിനെന്ത് പറയുന്നത്? വെലോസിറ്റി. സോ വെലോസിറ്റി ഓഫ് ദി വേവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു റിലേഷനാണ്. ω/k ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു വി. വി എന്താണ്? വെലോസിറ്റി. ഇനിയിപ്പോൾ വി എന്താണെന്ന് അറിഞ്ഞാൽ, വി എന്താണെന്ന് ചോദിച്ചാൽ വി ഈസ് ദി വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വിയുടെ ഇക്വേഷൻ മനസ്സിലായല്ലോ. വി ഈസ് ഈക്വൽ ടു ω/k അല്ലെങ്കിൽ ന്യൂ ലാംഡ. ന്യൂ ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ഈസ് ഫ്രീക്വൻസി, വെറും ഫ്രീക്വൻസി. ലീനിയർ ഫ്രീക്വൻസിയാണ് ന്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യും. അവർ തമ്മിലുള്ള ബന്ധം 2πν ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ പോയിന്റിൽ പഠിക്കാനുള്ളതാണ്. അവർ തമ്മിലുള്ള ബന്ധവും എല്ലാം. ഓക്കെ, തൽക്കാലം അത്രയും പഠിക്കുക. ഇതിൻ്റെ കൂടെ ബാക്കിയുണ്ട്. അപ്പം ട്രാവലിംഗ് വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഒരു വേവ് ഏത് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് അറിയുക. kx - ωt ആണെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ദിശയിലായിരിക്കും. എന്നാൽ ഒരാൾ എഴുതി കാണിക്കുകയാണ് kz - ωt എന്നാണ് വരുന്നതെങ്കിലോ, അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവ് z ദിശയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, kx + ωt ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ദിശയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ.